ഇന്ന് നമുക്ക് ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കാം. അമ്മ നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, ധ്യാനം സ്വർണം പോലെ മൂല്യമുള്ളതാണ്. സ്വർണത്തിന് സുഗന്ധം കൂടി ഉണ്ടാവുന്നതുപോലെയാണ് ധ്യാനം പരിശീലിക്കുന്ന മനുഷ്യന് സകല ഗുണങ്ങളും അവനിൽ പ്രകാശിക്കുന്നു. ദിവ്യമായ ഗുണങ്ങൾ അവനിൽ പ്രകാശിക്കുന്നു. നമ്മുടെ കഴിവുകളെക്കുറിച്ച് നാം അറിയാറില്ല. അതുകൊണ്ട് ഈ ലോകത്തിലെ ദുഃഖങ്ങളൊക്കെ നമ്മെ ബാധിക്കുന്നു. നമ്മിലെ ദിവ്യശക്തിയെ ഉണർത്തുവാൻ, നമ്മിലെ ഈശ്വര ശക്തിയെ ഉണർത്തുവാൻ ധ്യാന ജപാദികൾ ആവശ്യമാണ്. ഏറ്റവും അധികം ദുരുപയോഗപ്പെടുത്തിയുള്ള ഒരു വാക്കാണ് ധ്യാനം. ധ്യാനം വാസ്തവത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ മനുഷ്യന് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഒന്നും ചെയ്യാതിരിക്കാൻ അത്ര എളുപ്പമല്ല. ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ മനുഷ്യൻ സദാ കർമ്മങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ജീവിതാരംഭം മുതൽ ജീവിതാവസാനം വരെ മനുഷ്യൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ നിലയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് ഒരിക്കൽ പോലും അവൻ അറിഞ്ഞിട്ടില്ല. എപ്പോഴും കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മതലത്തിലുള്ള അനുഭവങ്ങൾ കിട്ടാതെ പോകുന്നു. ഈ കർമ്മങ്ങളെയെല്ലാം നിശ്ചലമാക്കാൻ അറിയുമെങ്കിൽ അനുഭൂതിയുടെ അടുത്ത തലത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും പ്രവർത്തനം നിശ്ചലമാകുമ്പോൾ നമ്മിലെ അനന്തമായ ശക്തി ഉണരുന്നു. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് നാം ഈ ലോകത്തെ അറിയുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ഈ ലോകം സത്യമാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഇന്ദ്രിയങ്ങൾ എപ്പോഴും തരുന്ന അറിവ് പരിമിതമാണ്. എല്ലാത്തരം രശ്മികളെയും കണ്ണിന് കാണാൻ സാധിക്കില്ല. വളരെ ശക്തമായ രശ്മികൾ, എക്സ്റേസ്, കോസ്മിക് റേസ്, ഇതൊന്നും നഗ്നനേത്രങ്ങൾക്ക് ഗോചരമാവില്ല. അതേപോലെ വലിയ ഫ്രീക്വൻസിയുള്ള ശബ്ദ തരംഗങ്ങൾ, വളരെ ലോ ഫ്രീക്വൻസിയുള്ള ശബ്ദ തരംഗങ്ങൾ നമ്മുടെ ചെവിക്ക് കേൾക്കാൻ സാധിക്കില്ല. എല്ലാത്തരം ഗന്ധങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. അതേപോലെ പരിമിതമായ അറിവ് തരുന്ന ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ അറിയുന്ന ലോകം പരിമിതമാണ്. മൃഗങ്ങൾക്ക് പലതിനും ഇതിനേക്കാൾ കൂടുതൽ ശക്തിയുണ്ട് അവരുടെ ഇന്ദ്രിയങ്ങൾക്ക്. അപ്പോൾ പരിമിതമായ ഇന്ദ്രിയങ്ങൾ വെച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിനെ അറിയാൻ സാധിക്കില്ല. എല്ലാവിധത്തിലുള്ള വിവരങ്ങളും നാം ശേഖരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിയെ മറികടക്കേണ്ടി വരും. നമ്മിലെ യഥാർത്ഥ ശക്തിയെ ഉണർത്തേണ്ടി വരും. അപ്പോൾ മാത്രമേ നമ്മൾ ഈശ്വര തലത്തിൻ്റെ ഉള്ള അനുഭവങ്ങൾ സ്വായത്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ധ്യാനം ബാഹ്യമായ കർമ്മങ്ങളെയൊക്കെ നിശ്ചലമാക്കിയിട്ട് ആന്തരിക ലോകത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ആ പ്രയത്നമാണ്. ധ്യാനത്തിൻ്റെ പേരിൽ നാം ചെയ്യുന്നതൊക്കെ ധ്യാന പരിശീലനം മാത്രമാണ്. ധ്യാനത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഉറക്കം പോലെയാണെന്ന് പറയാം. ഉറങ്ങാൻ ആർക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ബെഡൊക്കെ ശരിയാക്കിയിട്ട് കതകൊക്കെ അടച്ച് ലൈറ്റൊക്കെ അണച്ച് ബെഡിൽ കിടക്കുന്നു. നമ്മളറിയാതെ ഉറങ്ങിപ്പോകുന്നു. അതേപോലെ ധ്യാനത്തിൻ്റെ പേരിൽ നാം ചെയ്യുന്നതൊക്കെ അതിനുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ്. അപ്പോൾ തയ്യാറെടുപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിനെ പരിശീലിപ്പിക്കുക. ശരീരത്തിനെ നിശ്ചലമായി ഇരിക്കാൻ പഠിപ്പിക്കുക. ശില പോലെ ഇരിക്കാൻ പഠിപ്പിക്കുക. ആദ്യം പരിശീലിക്കേണ്ടത്
ശില പോലെ ഇരിക്കുക എന്നതാണ്. അത് അത്ര എളുപ്പമല്ല. ശരീരത്തിന് എപ്പോഴും ചലിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതിന് പരിശീലനം വേണ്ടി വരും. ആഫ്രിക്കൻ കാടുകളിലൊരു പാമ്പുണ്ട്. ചലിക്കുന്ന വസ്തുക്കളെ മാത്രമേ അതിന് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പാമ്പുകളുടെ നടുവിലാണ് നാം ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ചലനമില്ലാതെ നമ്മൾ ഇരിക്കും. കാരണം ജീവൻ നഷ്ടമാകുന്ന പ്രശ്നമാണ്. ഒരു തീവ്രവാദിയുടെ തോക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ അയാൾ പറയുന്നു, അനങ്ങിപ്പോവരുത്. 24 മണിക്കൂർ വേണമെങ്കിലും അങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു. ഇല്ലാത്ത കഴിവുകൾ ഉണരുന്നു. മടിയനായ ഒരാൾ മാരത്തോൺ ഓട്ടക്കാരനേക്കാൾ സ്പീഡിൽ ഓടുന്നു. എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ഇവന് ഇത്ര വേഗത്തിൽ ഓടാൻ അറിയുമായിരുന്നു. അപ്പോഴാണ് കണ്ടത്, പുറകിൽ ഒരു സിംഹവും ഓടുന്നുണ്ടായിരുന്നു. അവൻ്റെ ശക്തിയെ ഉണർത്താൻ ഒരു സിംഹം വേണ്ടി വന്നിരുന്നു. ഇതുപോലെ എന്ത് കാര്യവും നമുക്ക് ചെയ്യാൻ സാധിക്കും, അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ. സുനാമി സമയത്ത് ഒരാൾ ഒരു ദ്വീപിലകപ്പെട്ടു. അവിടെ എങ്ങും ജലം കുടിക്കാനില്ല, ചുറ്റിനും ഉപ്പുവെള്ളം മാത്രം. ഒരു തെങ്ങ് മാത്രം ആ ദ്വീപിലുണ്ട്. തെങ്ങിൽ നിറയെ കരിക്കുണ്ട്. പക്ഷേ തെങ്ങിൽ കയറി ശീലമില്ല. സാധാരണ വിഷത്തിൽ പോലും കയറി ശീലമില്ല. അയാൾ തെങ്ങിൻ ചുവട്ടിൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. വെള്ളം കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോകും എന്ന അവസ്ഥ വരുമ്പോൾ അയാൾ ആ തെങ്ങിൻ്റെ മണ്ടയിലിരിക്കും. അയാൾ പോലും അറിയില്ല എങ്ങനെ മുകളിൽ കയറിയെന്ന്. കാരണം ആവശ്യങ്ങളാണ് നമ്മിലെ കഴിവുകളെ ഉണർത്തുക. നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയാറുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്തെന്നിരിക്കും. പണ്ട് ശിവജിയുടെ കൊട്ടാരത്തിലെത്തിയ പാൽക്കാരിയുടെ കഥ അമ്മ പറയാറുണ്ട്. ദിവസവും കൊട്ടാരത്തിൽ പാൽ കൊണ്ടുവന്ന് കൊടുത്ത് ജീവിക്കുന്ന ഒരു പാൽക്കാരി. അവൾ ഒരു ദിവസം വൈകുന്നേരം പാൽ കൊണ്ടുവരാൻ വൈകി. കൊട്ടാരത്തിൽ അകത്ത് കടന്ന് പാൽ നൽകി തിരികെ പോകുമ്പോൾ കോട്ടവാതിലുകൾ അടഞ്ഞു. അവൾ കാവൽക്കാരോട് പറഞ്ഞു, കോട്ടവാതിലൊന്ന് തുറക്കൂ, 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ കാവൽക്കാർ പറഞ്ഞു, സന്ധ്യയ്ക്ക് ശേഷം കോട്ടവാതിൽ തുറക്കാൻ പാടില്ല എന്നത് രാജാവിൻ്റെ കൽപ്പനയാണ്. അത് ലംഘിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഇനിയും തുറക്കാൻ സാധിക്കുകയുള്ളൂ. അവർ കരഞ്ഞ് അപേക്ഷിച്ചു. പക്ഷേ കാവൽക്കാർക്ക് തുറന്നു കൊടുക്കാൻ അനുവാദമുണ്ടായിരുന്നില്ല. അവളൊരു ഭ്രാന്തിയെപ്പോലെ അവിടെയൊക്കെ ഓടി നടന്നു. എല്ലായിടത്തും ഇരുൾ പരന്നു. അവൾ ഏതോ ഒരു കോണിലൂടെ മതിൽ കടന്ന് വീട്ടിലെത്തി. ഈ വാർത്ത അവിടെയെല്ലാം പരന്നു. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അനേകം അടി ഉയരങ്ങളിൽ നിർമ്മിച്ച കോട്ടമതിൽ ചാടിക്കിടന്ന് ഒരു യുവതി പോയിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു? ഇങ്ങനെ കടന്നു പോകാൻ വല്ല പഴുതുമുണ്ടോ എന്നറിയാൻ രാജാവ് അവളെ വിളിപ്പിച്ചു. അവൾ കൊട്ടാരത്തിൽ ചെന്നു. രാജാവ് ചോദിച്ചു, നീ ഏതുവഴിയാണ് രക്ഷപ്പെട്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. അവൾ ചാടിക്കടന്ന മതിലിൻ്റെ ഭാഗത്തെത്തി. രാജാവ് കരുതിയത് ചിലപ്പോൾ അവിടെ എന്തെങ്കിലും വഴിയുണ്ടാവും പോകാൻ. പക്ഷേ അവിടെ വേറെ വഴിയൊന്നും കണ്ടില്ല. അനേകമടി ഉയരമുള്ള കോട്ടമതിലിലേക്ക്
നോക്കിയിട്ട് അവൾ ബോധം കെട്ടു വീണു. ഈ മതിൽ താൻ എങ്ങനെയാണ് കയറിയതെന്ന് അവൾക്ക് പോലും അറിയില്ല. കുഞ്ഞിനോടുള്ള പ്രേമം കാരണം അവൾ അറിയാതെ ചെയ്തു പോയി. അസാധ്യമായ കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ അറിയാതെ ചെയ്യും. സ്നേഹത്തിൻ്റെ ശക്തിയിൽ നമ്മിലെ ദിവ്യപ്രേമം ഉണർന്നു കഴിഞ്ഞാൽ അസാധ്യമായിട്ട് യാതൊന്നും ഉണ്ടാവില്ല ഈ ലോകത്തിൽ. പ്രേമമുണ്ടെങ്കിൽ ഏകാഗ്രത തനിയെ വരും. ഇവിടെ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. ശരീരത്തെ ആദ്യം നമുക്ക് മരുക്കിയെടുക്കേണ്ടി വരും. ഒരേ രീതിയിൽ ഏറെ നേരം ചലിക്കാതിരിക്കാൻ പഠിപ്പിക്കണം. ധ്യാനത്തിൽ ആദ്യം ചെയ്യുന്നത് അതാണ്. ആസനസിദ്ധി നേടുക. ഏറെ നേരം അനങ്ങാതിരിക്കുവാൻ ശരീരത്തെ പഠിപ്പിക്കുക. ശരീരവും മനസ്സും ഒരു ഗ്ലാസ് വെള്ളവും ഗ്ലാസും പോലെയാണ്. വെള്ളവും ഗ്ലാസും പോലെ അത് ചലിച്ചാൽ, ഗ്ലാസ് ചലിച്ചാൽ അകത്തെ വെള്ളവും ചലിക്കുന്നു. ഗ്ലാസ് നിശ്ചലമായാൽ അകത്തെ ജലവും കുറച്ച് കഴിയുമ്പോൾ നിശ്ചലമാകും. ഇതേപോലെ ശരീരവും മനസ്സും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ശരീരം അനങ്ങുമ്പോൾ മനസ്സും അനങ്ങുന്നു. ശരീരം നിശ്ചലമാകുമ്പോൾ മനസ്സിൻ്റെ ആട്ടവും നിലയ്ക്കുന്നു, കുറയുന്നു. ഏതായാലും ശരീരത്തിനെ അനക്കാതെ വയ്ക്കാൻ അറിയുമെങ്കിൽ മനസ്സിൻ്റെ ചാഞ്ചാട്ടം കുറയും. അപ്പോൾ ധ്യാനം പരിശീലിക്കുന്ന ആൾ ആദ്യം ശരീരത്തിനെ നിശ്ചലമാക്കി വയ്ക്കാൻ പഠിക്കുന്നു. ആസനസിദ്ധി നേടുന്നു. ദിവസവും കുറേ നേരം നട്ടലിൽ നിവർന്ന് ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കാനുള്ള പരിശീലനം നേടുന്നു. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ, ചലനമില്ലാതെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ആസനസിദ്ധി ലഭിച്ചു എന്ന് വേണം കരുതാൻ. അമ്മ പറയാറുണ്ട്, ആദ്യം ഏകാഗ്രതയെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഏകാഗ്രതയല്ല ധ്യാനം. നമ്മൾ നിശ്ചലമായിട്ട് ഇരിക്കുക, റിലാക്സ് ചെയ്യുക. കോൺസെൻട്രേഷനിൽ നമുക്ക് പ്രയത്നമുണ്ട്, പക്ഷേ റിലാക്സേഷനാണ് വേണ്ടത്. അടുത്തത് നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കണം. മനസ്സിൻ്റെ കാര്യങ്ങൾ നാം അറിയാറില്ല. ഭഗവത്ഗീത ആരംഭിക്കുന്നത് അന്ധനായ ഒരാളുടെ ചോദ്യത്തോടു കൂടിയാണ്. അന്ധനായ രാജാവ് ചോദിക്കുന്നു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുജുത്സവ മാമക പാണ്ഡവച്ചൈവ കിമകുർവത സഞ്ജയ. അന്ധനായ രാജാവ് സഞ്ജയനോട് ചോദിക്കുന്നു, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയാണ് ചോദ്യം. ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തൻ്റെ ആൾക്കാരും പാണ്ഡവരും കൂടി എന്തു ചെയ്തു എന്നതാണ് ചോദ്യം. ഈ കുരുക്ഷേത്രം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലാണ്. മഹാഭാരത യുദ്ധം ബാഹ്യമായി സംഭവിച്ചതാണെങ്കിലും ഭഗവത്ഗീതയിൽ പറയുന്ന യുദ്ധം നമ്മുടെ ഉള്ളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ഉള്ളിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അന്ധനായ രാജാവിനെ പോലെ അറിയാൻ ശ്രമിക്കാതെ നാം ജീവിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉള്ളിലെ കുരുക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നാം ചിന്തിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഒരാൾ അന്വേഷിക്കുകയാണ്. ഉള്ളിലെ കുരുക്ഷേത്ര ഭൂമിയിലേക്കൊന്ന് ശ്രദ്ധിക്കുകയാണ്. അവിടെ പാണ്ഡവരും
കൗരവപ്പടയും. കൗരവപ്പട എണ്ണത്തിൽ കൂടുതലാണ്. നമ്മിലെ നന്മകളും രാഗവൈരികളുമായിട്ടുള്ള യുദ്ധമാണ്. ഈ യുദ്ധഭൂമിയിൽ രാഗവൈരികളുടെ എണ്ണം കണ്ടിട്ട് ആത്മവിശ്വാസം തകരുന്ന പോലെയാണ് ആദ്യം സംഭവിക്കുക. എനിക്കൊറ്റയ്ക്ക് ഇവരെ എങ്ങനെ നേരിടാൻ സാധിക്കും? കാരണം ഈ ആന്തരിക യുദ്ധത്തിൽ നാം ഒറ്റയ്ക്കാണ്. ആർക്കും സഹായിക്കാൻ സാധിക്കില്ല. നാം ഏറ്റുമുട്ടേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ടവരോടാണ്, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളോടാണ്, നമ്മുടെ സ്വഭാവങ്ങളോടാണ്. ബാഹ്യമായ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിച്ചേക്കാം, പക്ഷേ ഈ ആന്തരിക യുദ്ധക്കളത്തിൽ ജയിക്കുക അത്ര എളുപ്പമല്ല. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ വേണ്ടെന്ന് വയ്ക്കാൻ എളുപ്പമല്ല. നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിയെടുക്കുവാൻ എളുപ്പമല്ല. ഇവിടെ നാം പ്രിയപ്പെട്ടവരായി കാണുന്നത് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ. അവരോടൊക്കെ ഏറ്റുമുട്ടാൻ മടിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാൻ ആർക്കും ഇഷ്ടമായിരിക്കില്ല. അതാണ് നമ്മൾ ഗുരുസന്നിധിയിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നു. ഗുരുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നു. രാഗവൈരികളെ മുഴുവനും നമ്മൾ അടിയറ വയ്ക്കുന്നു. രാഗവൈരികളുമായി ഏറ്റുമുട്ടുന്നു. കാരണം സഹായിക്കാൻ ഗുരുവുണ്ടാവും. ഈ യുദ്ധക്കളത്തിൽ നമ്മെ സഹായിക്കാൻ ഗുരുവല്ലാതെ മറ്റാരും ഉണ്ടാവില്ല. ഈ ആന്തരിക യുദ്ധമാണ് ധ്യാന പരിശീലനം തുടങ്ങുന്ന ഒരാൾ നേരിടേണ്ടി വരിക. അമ്മയുടെ അടുത്ത് വന്ന് പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, അമ്മേ, ധ്യാനം പരിശീലിക്കുന്നതിന് മുമ്പ് ഞാൻ വളരെ ഒരു നല്ല ആളായിരുന്നു. ധ്യാന പരിശീലനം തുടങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് ഞാൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണെന്ന്. അപ്പോൾ അമ്മ ചോദിച്ചു, അതെന്താ മോനെ? ഇപ്പം പറഞ്ഞു, ധ്യാന പരിശീലനം തുടങ്ങിയതിന് ശേഷമാണ് ഓരോ അനാവശ്യമായ ചിന്തകൾ വരാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാൻ ധ്യാനം നിർത്തി. അപ്പോൾ അമ്മ പറഞ്ഞു, അങ്ങനെ നിർത്താൻ പാടില്ല. കാരണം ഈ ചിന്തകൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ധ്യാനം തുടങ്ങിയപ്പോൾ നീ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തൊക്കെ ചിന്തകളാണ് മനസ്സിൽ ഉയരുന്നത് എന്ന്. ആന്തരിക ലോകത്തെക്കുറിച്ച് അറിയാൻ തുടങ്ങി. അർത്ഥം നീ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഇത് തുടരുക. അമ്മ ഉദാഹരണം പറഞ്ഞു. പാലാഴി മഥനം പോലെയാണ് ധ്യാന പരിശീലനം. പാലാഴി മഥനത്തിൽ കഥയിൽ പാലാഴി കടയുവാൻ ദേവന്മാരുടെയും അസുരന്മാരുടെയും സഹായം വേണ്ടി വന്നു. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ ഈ പാലാഴി കടയുന്നതാണ് ധ്യാന പരിശീലനം. സത്വപൂർണമായ മനസ്സ്, അതാണ് പാലാഴി. അതിനെ കടയുന്ന പ്രക്രിയയാണ് ധ്യാനം. നമ്മുടെ ഉള്ളിലുള്ള നന്മകളും രാഗവൈരികളും രണ്ടിനെയും നമുക്ക് അനുകൂലമാക്കണം. രണ്ടിൻ്റെയും സഹായം വേണ്ടി വരുന്നു. അപ്പോൾ ധ്യാന പരിശീലനം നേടുന്ന ഒരാൾ ആദ്യം ഉള്ളിലെന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ശ്രമിക്കുക. കാരണം സാക്ഷിഭാവത്തിൽ കാണാൻ ശ്രമിക്കുക. മനസ്സുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്യാൻ എളുപ്പമല്ല. മനസ്സുമായിട്ട് നേരിട്ട് യുദ്ധം ചെയ്താൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കും. ജയിക്കാൻ പ്രയാസമായിരിക്കും. ബാലിയെപ്പോലെയാണ് മനസ്സ്. നമ്മുടെ ശക്തി ചോർന്നു പോകും. അതുകൊണ്ട് ഒളിയമ്പെയ്താണ് ശ്രീരാമദേവൻ ബാലിയെ വധിച്ചത്. ഒളിയമ്പാണ് മന്ത്രജപം. മനസ്സിനെ ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ മനസ്സ് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്ത് ചിന്തിക്കരുത് എന്ന് പറഞ്ഞാൽ അത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ധ്യാന പരിശീലനം തുടങ്ങുന്നതിന് മുമ്പ്
മനസ്സിലെ ചിന്തകളെ സാക്ഷിഭാവത്തിൽ കാണാൻ ശ്രമിക്കുക. എന്താണ് ഉള്ളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. അമ്മ പറയുന്നത് മനസ്സ് ഒരു കള്ളനെ പോലെയാണ്. ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയാൽ മനസ്സ് അപ്രത്യക്ഷമാകും. നമ്മുടെ സഹകരണമില്ലാതെ മനസ്സിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ സാക്ഷിഭാവത്തിൽ നിന്നാൽ മനസ്സ് അപ്രത്യക്ഷമാകും. അതുകൊണ്ട് ആദ്യം ഉള്ളിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ സംഭവിക്കുന്നത് എന്താണ് എന്നൊരാൾ അറിയാൻ ശ്രമിക്കുന്നു. സാധകൻ്റെ അന്വേഷണത്തിൻ്റെ തുടക്കമാണത്. അപ്പോഴാണ് അയാൾ ഈ ചിന്താപ്രവാഹങ്ങളെ കാണുക. ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം കിട്ടിയത് ഹലാഹല എന്ന് പറയുന്ന വിഷം, കാളകൂട വിഷം. ആ വിഷം ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ ശക്തമാണ് എന്നറിഞ്ഞുകൊണ്ട് ദേവന്മാർ ശ്രീ പരമേശ്വരനെ പ്രാർത്ഥിച്ചപ്പോൾ ശ്രീ പരമേശ്വരൻ ആ വിഷം കഴിച്ചു എന്നാണ് കഥ. അത് ഖണ്ഡത്തിൽ ഒതുങ്ങി നീല നിറത്തിലായപ്പോൾ ശ്രീ പരമേശ്വരന് നീലകണ്ഠൻ എന്ന പേര് വന്നു. ഇതേപോലെ ഒരാൾ ധ്യാന പരിശീലനം ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിലെ ചിന്തകളെക്കുറിച്ച് ബോധവാനാകുന്നു. ഈ ചിന്തകൾ ലോകത്തെ സംഹരിക്കുവാൻ ശക്തമാണ്. ഓരോ ചിന്തകളും ചിന്താ തരംഗങ്ങളായി പ്രപഞ്ചം മുഴുവനും സഞ്ചരിക്കാൻ ശക്തമാണ്. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് അത് പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്നു. അത് അനേകം മടങ്ങ് എണ്ണത്തിൽ വർദ്ധിക്കുന്നു. ഓരോ സ്ഥലത്തും ചെന്ന് തട്ടുന്നു, പ്രതിഫലിക്കുന്നു. അങ്ങനെ ലക്ഷക്കണക്ക് മടങ്ങ് ശക്തി ആർജിച്ച് അത് അയച്ച ആളിലേക്ക് തിരിച്ചു വരുന്നു. അത് നല്ല ചിന്തയാണെങ്കിൽ അനുഗ്രഹമായി മാറുന്നു, ദുഷ്ചിന്തയാണെങ്കിൽ ശാപമായി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളെ പരിശുദ്ധീകരിക്കുക, സൽചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ഭാവിയെ മാറ്റാൻ സാധിക്കും. കാരണം നമ്മുടെ കർമ്മങ്ങളൊക്കെ ചിന്തകളുടെ പ്രകടിത ഭാവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരു മന്ത്രോപദേശം തരുന്നു. ആ മന്ത്രം വീണ്ടും വീണ്ടും ജപിക്കുന്നു. ആ മന്ത്രം മറ്റു ചിന്തകളെ മായ്ച്ചു കളയുന്നു. അങ്ങനെ ഗുരു തന്ന മന്ത്രം നിരന്തരം ഉള്ളിൽ സ്പന്ദിക്കുന്നു. അത് ആന്തരികമായ ലോകത്തെയും ബാഹ്യലോകത്തെയും ശുദ്ധീകരിക്കുന്നു. അങ്ങനെ പ്രപഞ്ചശക്തിയുമായി നമ്മെ ബന്ധിക്കുന്നു. ഈശ്വരശക്തി നമ്മിലേക്ക് ഒഴുകുന്നു. ഈശ്വര ഗുണങ്ങൾ തെളിയുന്നു. മന്ത്രജപം കൊണ്ട് നമുക്ക് ഈ ആന്തരിക ശുദ്ധി സാധ്യമാകുന്നു. ഏറ്റവും പ്രയാസമെന്ന് തോന്നുന്ന മനസ്സിൻ്റെ നിയന്ത്രണം വളരെ എളുപ്പമാകുന്നു. അതുകൊണ്ട് ഈ ആന്തരികമായ കോലാഹലങ്ങൾ കണ്ട് ഭയക്കേണ്ട എന്ന് അമ്മ പറയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുന നൽകിയ ഉപദേശവും അതാണ്. ഈ കൗരവപ്പടയെ കണ്ട് നീ ഭയക്കേണ്ട ആവശ്യമില്ല. പണ്ട് ഒരു കോളേജിൽ പരീക്ഷാ ഹാളിൽ തളർന്നു വീണ ഒരു കുട്ടിയുടെ അടുത്ത് പ്രൊഫസർ ഓടിയെത്തി. മുഖത്ത് വെള്ളം തെളിച്ചു. അബോധാവസ്ഥയിൽ നിന്നും ഉണർന്ന വിദ്യാർത്ഥിയോട് പ്രൊഫസർ ചോദിച്ചു, കുഞ്ഞെ എന്തു പറ്റി? അപ്പോൾ വിദ്യാർത്ഥി പറഞ്ഞു, സർ, ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴൊന്നും ഓർമ്മിക്കുന്നില്ല. മിക്ക കുട്ടികളുടെയും പ്രശ്നമാണ്. ഉറക്കമിളച്ച് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ മറന്നു പോകുന്നു. പരീക്ഷാ ഹാളിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഓർമ്മ വരുന്നു. ആവശ്യമുള്ളപ്പോൾ ഓർക്കാൻ സാധിക്കുന്നില്ല. പ്രൊഫസർ അവൻ്റെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു.
ഉടൻ തന്നെ അവൻ ചാടി എഴുന്നേറ്റു. പരീക്ഷ എഴുതി, ഫസ്റ്റ് റാങ്ക് കിട്ടി. എന്തായിരുന്നു പ്രൊഫസർ പറഞ്ഞ രഹസ്യമെന്നായിരിക്കും ചിന്തിക്കുന്നത്. പണ്ട് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നു വീണ അർജുനൻ്റെ ചെവിയിൽ ഭഗവാൻ പറഞ്ഞ രഹസ്യം തന്നെ. അർജുനനോട് ഭഗവാൻ പറഞ്ഞു, അർജുന, നീ വിഷമിക്കണ്ട. ഈ കൗരവപ്പടയെ മുഴുവനും സംഹരിക്കുവാൻ എൻ്റെ സുദർശന ചക്രം മാത്രം മതി. നിമിഷം കൊണ്ട് ഈ കൗരവപ്പടയെ മുഴുവനും സംഹരിക്കും. പക്ഷേ നീ വെറുതെ ഒരു അമ്പെടുത്ത് അയച്ചാൽ മതി. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ആത്മവിശ്വാസം പകർന്നു. അർജുനൻ എഴുന്നേറ്റു, പൊരുതി ജയിച്ചു. ഇതേപോലെ പ്രൊഫസർ സ്റ്റുഡൻറ്റിൻ്റെ ചെവിയിൽ പറഞ്ഞു, നീ വളരെയധികം നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്ന് എനിക്കറിയാം. നീ വളരെ ബുദ്ധിമാനാണെന്ന് എനിക്കറിയാം. നീ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കൂട്ടത്തിലാണെന്നറിയാം. ഞാനാണ് നിൻ്റെ പേപ്പർ നോക്കാൻ പോകുന്നത്. നീ എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി, ഞാൻ ഫുൾ മാർക്ക് തന്നേക്കാം. കുട്ടിക്ക് ആത്മവിശ്വാസം കൈവന്നു. ചാടി എഴുന്നേറ്റു. മറന്നുപോയതൊക്കെ ഓർക്കാൻ തുടങ്ങി. പ്രൊഫസറുടെ സഹായമില്ലാതെ ഫസ്റ്റ് റാങ്ക് കിട്ടി. എല്ലാവർക്കും കഴിവുകൾ ഒരുപോലെയാണ്, ഉപയോഗിക്കുന്നത് ഒരുപോലെയല്ല. ഉണർത്താൻ ആൾ വേണം. സാധാരണഗതിയിൽ നമ്മളെ നിരാശപ്പെടുത്തുന്ന ഉപദേശം തരാനാണ് ആളുകൾക്കിഷ്ടം. നമ്മിലെ നന്മകൾ കാണാൻ ആരുമില്ല. തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കണമെന്ന് പറയാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. പക്ഷേ നമ്മിലെ നന്മകൾ കാണാൻ ആരും ഉണ്ടാവില്ല. ഗുരുവിന് മാത്രമാണ് നമ്മിലെ നന്മകൾ കാണാൻ സാധിക്കുക. ശില്പി ശിലയിൽ കുടുങ്ങിക്കിടക്കുന്ന ദേവതാരൂപത്തെ കാണുന്നു. അനാവശ്യമായ ഭാഗങ്ങൾ അടർത്തി മാറ്റുന്നു. അതിമനോഹരമായ ദേവതാ വിഗ്രഹമായിട്ട് ശില മാറുന്നു. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു. അനേക ലക്ഷങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള കരുത്ത് ആ വിഗ്രഹം ആർജിക്കുന്നു. വെറും ശിലയായി കഴിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ആളുകൾ അപമാനിച്ച കാലം, ആളുകൾ മുറത്തുകൂടി നടന്നുപോയ കാലം. അങ്ങനെ അപമാനങ്ങളും ശകാരങ്ങളും മാത്രം ഏറ്റുവാങ്ങിയ ശില ഒരു ശില്പിയുടെ കരങ്ങളിൽ കിട്ടുമ്പോൾ, പൂർണ്ണ സമർപ്പണത്തോടെ വഴങ്ങിക്കൊടുക്കുമ്പോൾ, ശില്പി അതിലെ അനാവശ്യ ഭാഗങ്ങൾ അടർത്തി മാറ്റുമ്പോൾ അതിമനോഹരമായ വിഗ്രഹമായി മാറുന്നു. ലക്ഷങ്ങളെ അനുഗ്രഹിക്കാനുള്ള കരുത്ത് ശില ആർജിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മിലെ അനന്തമായ ഗുണങ്ങളെ ഗുരു ഉണർത്തുന്നു, ലോകത്തിന് ഉപകാരപ്രദമാക്കി മാറ്റുന്നു. അതാണ് നമുക്ക് ധ്യാനത്തിലൂടെ നമ്മിലെ ദിവ്യഗുണങ്ങൾ ഉണർത്തി ലോകത്തിനെ സേവിക്കാനുള്ള പരിശുദ്ധി ആർജിക്കൂ.